ഹലോ അമീഗോ, ഇറ്റ്സ് മീ റാങ്കോ. വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സൈലൻസ് ഹോം സ്റ്റേ ആൻഡ് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടിയിലാണ്. ഏർലി മോർണിംഗ് ആണിപ്പോൾ. സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല. ആ ഒരു സൺറൈസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണുള്ളത്. ആ ഒരു റെഡ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇന്നലെ വളരെ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. ആകെ ഒരു 2 മണിക്കൂറേ ഉറങ്ങാൻ കഴിഞ്ഞുള്ളൂ. നല്ല തണുപ്പാണ് ഇവിടെ. സൂര്യൻ ഇതാ ഉദിച്ച് വരുന്നുണ്ട്. പ്രോപ്പർ സൺറൈസ് ഒന്നും ഇവിടുന്ന് കാണാൻ പറ്റില്ല. എന്നാലും ആ ഒരു ലൈറ്റ്, ആ ഒരു കളർ ഇങ്ങനെ മാറി വരുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടാൽ മനസ്സിലാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് മുകളിൽ കൊടുക്കാം. ഞാനിപ്പോൾ എണീച്ച് വന്നപ്പോൾ ആ ക്യാമ്പ് ഫയറിന്റെ ചുറ്റും കുറച്ച് പേര് ഇപ്പോഴും ഉണ്ട്. അവർ ഉറങ്ങാത്തവരാണോ അതോ ഇനി ഉറങ്ങിയവർ തന്നെ എൻ്റെ പോലെ എണീച്ച് വന്നവരാണോ എന്ന് അറിയില്ല. ഉറങ്ങാത്തവരും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ പേര് ഉണർന്നോടുകൂടി നമ്മുടെ ക്യാമ്പ് ഫയർ വീണ്ടും ഓൺ ആയിട്ടുണ്ട്. രാവിലെയും നല്ല തണുപ്പുണ്ട്. ഏകദേശം എല്ലാവരും ഉണർന്നോടുകൂടി തന്നെ നല്ലൊരു കാലിച്ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മളിന്നൊരു ട്രക്കിങ് കയറാൻ പോവാണ്. നല്ലൊരു നൈസ് വ്യൂ പോയിന്റ് ആണ്. അങ്ങനെ അത്ര ഒരു ഫേമസ് ലൊക്കേഷൻ ഒന്നും അല്ല തോന്നുന്നുണ്ട്. നമ്മുടെ കൂടെ ഒരു പയ്യനുണ്ട് ഇവിടെ, അത്യാവശ്യം ഗൈഡൊക്കെ ആയിട്ട് പോകുന്നൊരു പയ്യനാണ്. മൂപ്പരുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് പോകാൻ പറ്റിയത്. ഇന്നലെ രാത്രി കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെയാണ് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ടെൻറ്റുകളൊക്കെ. പിന്നെ മുകളിൽ 2 ടെൻറ്റും ഉണ്ട്. നമ്മൾ ട്രക്കിങ്ങിന് നടന്നു തുടങ്ങുന്ന സ്റ്റാർട്ടിങ് ഏരിയ തന്നെ കുറച്ച് നല്ല കുത്തനെയുള്ള ഒരു കയറ്റാണ്. കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, പക്ഷേ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റാണ്. ഇത് എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതാ കണ്ടോ, ഈ ഒരു കയറ്റാണ് നമ്മളിപ്പോൾ കയറി വന്നത്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് സ്ലോപ്പ് കുറച്ച് കുറവാണ്. പുല്ലൊക്കെ ഉള്ള, അധികം മരങ്ങളൊന്നും ഇല്ലാത്ത കുറച്ചൊരു മെഡോ പോലത്തെ ഒരു റീജിയനാണ് ഈ ഒരു ഏരിയ. ഇവിടുന്ന് തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗം ഫുള്ള് നല്ല സ്കൈയും അതേപോലെ മൗണ്ടെയിൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ആകാശം നല്ല ക്ലൗഡ്സ് എല്ലാം തന്നെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം സ്കൈൻ്റെ വ്യൂവും പിന്നെ ഈ ഒരു സൈഡിലെ മൗണ്ടെയിൻസും കാര്യങ്ങളും എല്ലാം തന്നെ മോർണിംഗിൽ തന്നെ ഒരു പ്രത്യേക എനർജി തരുന്നുണ്ട് ഈ ഒരു വ്യൂ. രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റൊരു കാലിച്ചായം കുടിച്ചിട്ടാണ് നമ്മൾ ഈ ട്രക്കിങ്ങിന് കയറുന്നത്. എത്രത്തോളം കയറാൻ പറ്റും എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് കയറി നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ വലിയ സീനൊന്നുമില്ല കേട്ടോ. ചെറിയ പുല്ലുള്ള ഏരിയയാണ്. കറക്റ്റ് നമുക്ക് ഈസി ആയിട്ട് നടന്നു കയറാവുന്ന സ്ലോപ്പേ ഉള്ളൂ. ഒരു സൈഡിൽ നല്ല വ്യൂ ഉണ്ട്. സൂര്യൻ ഇപ്പോഴും പുറത്തെത്തിയിട്ടില്ല, കാരണം ചുറ്റിലും മൗണ്ടെയിൻസ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സൂര്യനൊക്കെ അത്യാവശ്യം ഉദിച്ച് പൊന്തി വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ സൂര്യന് മൗണ്ടെയിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ തല കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു യെല്ലോ ലൈറ്റ് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡായിട്ട് വരുന്നുണ്ട്. നല്ല ഇടവഴി പോലത്തെ ഏരിയ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും നല്ല രീതിയിൽ കുറ്റിച്ചെടികളും മുളയും കാര്യങ്ങളൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ നടവഴി മാത്രമേ ഉള്ളൂ. നമ്മളെ മുന്നിലുണ്ടായിരുന്ന ഒരു ടീം മേലോട്ട് കയറി പോയിട്ടുണ്ട്. നമ്മുടെ കൂടെ 2-3 പേര് കൂടെ വരാനുള്ളതുകൊണ്ട് അവരെ വെയിറ്റ് ചെയ്തോടെ നിൽക്കുകയാണ്.
ഇതാ ഇപ്പം നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന ആ ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കയറാൻ പോകുന്നത്. ഈ ഒരു സൈഡല്ല, ഇതിൻ്റെ അപ്പുറത്തുള്ള സൈഡിലോട്ടാണ് നമ്മൾ എത്തുക. വളഞ്ഞു തിരിഞ്ഞ് അങ്ങനെ ആയിരിക്കും കയറുന്നുണ്ടാവും, അങ്ങനെ സ്ട്രൈറ്റ് അല്ല വഴി. ഇവിടെ നിന്ന് തന്നെ നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഫുള്ള് ആ ഒരു മൗണ്ടെയിൻ്റെ വ്യൂ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. ആ ഒരു റോക്കി മൗണ്ടെയിൻസ് ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്നത് ശരിക്കും കാണാൻ പറ്റും. കുറച്ചും കൂടെ നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന മൗണ്ടെയിൻസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മൗണ്ടെയിൻ്റെ സ്ട്രക്ചർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതാ അവിടുന്ന് വീണ്ടും കുറച്ചും കൂടെ സ്റ്റീപ്പായി കൊണ്ടിരിക്കുകയാണ്. കയറ്റത്തിൻ്റെ തീവ്രത കൂടുന്നുണ്ട്. അതുപോലെ തന്നെ വഴി നേരമായിട്ട് വരുന്നുണ്ട്. നല്ല കാട് പിടിച്ച പോലത്തെ ഏരിയ ആയിട്ട് മാറുന്നുണ്ട്. മുകളിൽ ആക്ച്വലി 2 വഴി കാണുന്നുണ്ട്, ലെഫ്റ്റും റൈറ്റും. റൈറ്റ് ഭാഗത്താണ് നമ്മുടെ കയറേണ്ട മൗണ്ടെയിൻ ഉള്ളത്, അതുകൊണ്ട് അധികം റൈറ്റിലേക്കായിരിക്കും. എന്നാലും ഇനി വഴി തെറ്റണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ബാക്കിലുള്ളവരും കൂടെ വരാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവിടുന്ന് റൈറ്റ് തന്നെ പിടിച്ച് നമ്മൾ മേലോട്ട് നടന്നു. വഴി വീണ്ടും വീണ്ടും ഇടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുല്ലുകളും കുറ്റിക്കാടുകളും എല്ലാം തന്നെ വഴിയെ അതിക്രമിച്ച് കീഴടക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടുത്തെ അവസ്ഥ. ചെറിയ നമ്മളൊരു ഫോട്ടോ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അതിലൂടെ അങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ട്രൗസറും 3/4 ഒക്കെ ഇട്ടവർക്ക് കുറച്ച് കഷ്ടപ്പാടാണ്, കാരണം പല വിധത്തിലുള്ള പുല്ലുകളുണ്ട് ഇവിടെ. ഞാൻ ജീൻസ് തന്നെ ആയതുകൊണ്ട് വലിയ സീനില്ല. ഈ വഴി പോകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് വഴി തെറ്റിയോ എന്നൊക്കെ തോന്നുന്നുണ്ട്, കാരണം അധികം ആരും നടന്നു പോകാത്ത രീതിയിലുള്ള വഴികളാണ് ഇവിടെയൊക്കെ ഉള്ളത്. മേ ബി ചിലപ്പോൾ മറ്റൊരു നല്ല വഴി ഉണ്ടാകുമായിരിക്കും. എന്തായാലും നമ്മൾ പോകുന്ന ഡയറക്ഷൻ കറക്റ്റാണ്, അതുകൊണ്ട് എന്തായാലും നമ്മൾ ലൊക്കേഷനിലേക്ക് തന്നെ എത്താനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ശരിക്കും ചുരമൊക്കെ കയറുന്ന പോലെ ഇങ്ങനെ വളഞ്ഞാണ് വഴി കയറുന്നത്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കാല് തെറ്റിയാലും കുറച്ച് താഴേക്ക് പോകും. നല്ല സ്റ്റീപ്പുണ്ട് സൈഡിലേക്കൊക്കെ. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ സീനില്ല. എന്നാലും അങ്ങനെ മരങ്ങൾക്കിടയിലൂടെ വീണ്ടും സൂര്യൻ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സൂര്യൻ നല്ല രീതിയിൽ ഉദിച്ച് മേലെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സൂര്യൻ നമ്മൾ കാണുന്നത്. ഈ ഒരു ഏരിയ ഒക്കെ ശരിക്കും ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ ഉണ്ട്. ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പല ഭാഗങ്ങളിലും പല ടൈപ്പ് കൃഷികളൊക്കെ ഉണ്ട്. അങ്ങനെ ടോപ്പിലേക്കൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഏകദേശം ഈ ഒരു കുന്നിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഏറ്റവും ടോപ്പിൽ. ഇനി നമുക്ക് ആ ഒരു വ്യൂ ഉള്ള ആ ഒരു എഡ്ജിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഇവിടെയൊക്കെ നല്ല മരങ്ങളുണ്ട്. ഇതുവഴിയൊന്നും ആരും അധികം വരാത്ത രീതിയിലാണ് തോന്നുന്നത്. ഈ ഒരു ലൊക്കേഷൻ്റെ പേരും ആക്ച്വലി എനിക്കറിയില്ല. ഗൂഗിൾ മാപ്പിലൊക്കെ ഞാൻ കുറച്ച് തപ്പിയിരുന്നു, പക്ഷേ മാപ്പിലൊന്നും എനിക്ക് ഈ ഒരു ലൊക്കേഷൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ഒരു ലൊക്കേഷൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ശരിക്കും പുല്ലും ചെടികളൊക്കെ മാറ്റിക്കൊണ്ടാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
നല്ല രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ എല്ലാം. പല ടൈപ്പ് മരങ്ങളും ചെടികളൊക്കെ ഉണ്ട്. അതാ നമ്മൾ ഏകദേശം ലൊക്കേഷനിലെത്താനായി. ഇപ്പോൾ തന്നെ ഈ ഒരു സൈഡൊക്കെ നല്ല വ്യൂ ആണ്. അത്യാവശ്യം നല്ല ലോങ്ങിലേക്കുള്ള വ്യൂ ഉണ്ട്. പക്ഷേ ഫോഗും ഡസ്റ്റൊക്കെ കാരണം നമുക്ക് ആ ഒരു ലോങ് വിഷൻ കിട്ടുന്നില്ല. ആ ഒരു ബ്ലറായി ഇങ്ങനെ ഒരു കൈയായിട്ട് ബ്ലെൻഡ് ചെയ്ത രീതിയിലാണ് കാണുന്നത്. ഇങ്ങനെ ഫെയ്ഡായി പോകുന്നത്. നമ്മൾ ചിത്രമൊക്കെ വരക്കുമ്പോൾ മലകൾ ഫെയ്ഡായി വരക്കില്ല. ആ ഒരു രീതിയിലുള്ളൊരു വിഷനാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നമ്മൾ മുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മുടെ ടീഷർട്ടിലും ഡ്രസ്സിലും എല്ലാം തന്നെ പുതിയ പാറ്റേൺസ് ഒക്കെ വന്നിട്ടുണ്ട്. പലതരം ചെടികളുടെ പൂവുകളും സീഡുകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഷർട്ടിലും പാൻറ്റിലൊക്കെ ഉണ്ട്. ഇതൊക്കെ നുള്ളി പൊളിച്ച് കളയാന്നുള്ളത് വേറൊരു പണിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിന്റെ അടുത്തെത്താനായിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഉണങ്ങിയ പുല്ലുകളാണ്. കുറെ പുല്ലുകളൊക്കെ കത്തിപ്പോയതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു ഏരിയയും നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നല്ല കുത്തനുള്ള ഒരു താഴോട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ നിന്നൊക്കെ സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ അങ്ങനെ താഴേക്ക് ഉരുണ്ടു പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നടന്നു പോകാൻ. ഈ ഒരു ഏരിയയിലൊന്നും പ്രോപ്പറായിട്ടൊരു വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഈ പുല്ലൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ചവിട്ട് കിട്ടുന്ന ഏരിയയിൽ കൂടെ ഇങ്ങനെ നൈസായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പ്രോപ്പറായിട്ട് വേറൊരു സൈഡിലൂടെ വേറൊരു വഴി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നടന്നു വന്നത് വേറെ വഴിയിലൂടെ ആവും. ആരും അങ്ങനെ അപകടകരമായ രീതിയിലൊന്നും നടക്കുന്നൊന്നുമില്ല. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പും പ്രോപ്പറായിട്ട് എടുത്ത് വെച്ചിട്ട് തന്നെ പോകുന്നത്. നമ്മളെ ഈ ഒരു ഹോൾ ജേണിയിൽ അങ്ങനെ ആക്സിഡൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ സേഫ്റ്റിയും നമ്മുടെ കൂടെ ഉള്ളവരുടെ സേഫ്റ്റിയും ഉറപ്പുവരുത്തണം. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പിന്നീട് ആർക്കും വരാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ കാരണം മാറ്റരുത്. കാരണം അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പല സ്ഥലങ്ങളും ക്ലോസ് ആവുന്നതും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അതുപോലത്തെ കാര്യങ്ങളൊന്നും ഇതുപോലത്തെ ലൊക്കേഷനിലൊന്നും കൊണ്ടിട്ടുകാണ്ട് ഈ ഒരു നേച്ചറിന്റെ ആ ഒരു ബ്യൂട്ടിനെ നശിപ്പിക്കരുത്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊന്നും അധികം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇതങ്ങനെ പ്രോപ്പറായിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലാത്തതുകൊണ്ടും അധികം ആർക്കും അറിയാത്തതുകൊണ്ടുമാണ്. ശരിക്കും ഞങ്ങളുടെ കൂടെ ഉള്ള ആ ഒരു ഗൈഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സ്പോട്ട് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു സ്പോട്ട് ഉള്ളത് അധികം ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ ലൊക്കേഷനിലെത്തി. ഇവിടെ ഒരു പാറ ഉണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours
answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure. But one day I'll be yours. താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല തിക്കായിട്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ദൂരത്തായിട്ട് ചെറിയ ചെറിയ ടൗണുകളും വീടുകളും കാര്യങ്ങളൊക്കെ അതും കാണുന്നുണ്ട്. ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഉണങ്ങിയ പുല്ലും അതും ഉണ്ട്. നമ്മൾ നിൽക്കുന്ന സ്പോട്ടാണെങ്കിൽ ഒരു പാറയുടെ മുകളിലാണ്. ഇവിടുന്ന് ചുറ്റിലും നമുക്ക് വ്യൂ കിട്ടും. ഈ ഒരു ബാക്കിലെ ഈ ഒരു കുന്നൊഴികെ ബാക്കി എല്ലാ ഏരിയയിലും നല്ല വ്യൂ ആണ്. ഒരു സൈഡിൽ ഇങ്ങനെ മലകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെയ്ഡായി പോയിക്കൊണ്ടിരിക്കുന്ന മലനിരകൾ ഇങ്ങനെ കാണാൻ പറ്റും. മറുഭാഗത്ത് നമ്മളെ തൊട്ടടുത്ത് തന്നെയുള്ള മലനിരകളായതുകൊണ്ട് അതിൻ്റെ ആ ഒരു പാറയുടെ സ്ട്രക്ചറും ആ ഒരു ഷാർപ്നെസ്സൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രണ്ട് സൈഡിലെ വ്യൂ ഇങ്ങനെ ബ്ലെൻഡായിട്ട് ഇരിക്കുന്ന രീതിയിലാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ. പിന്നെ പൊതുവെ ഈ ഒരു അട്ടപ്പാടി പാലക്കാട് ഏരിയയിലൊക്കെ കാറ്റിനൊരു കുറവുണ്ടാവില്ല. ആ ഒരു കാറ്റ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ടോപ്പിലെത്തിയപ്പോൾ ആ ക്ഷീണമൊക്കെ പോയി ഫുൾ എനർജിയായി. രാവിലെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തൊരു വികാരമൊന്നും ഇപ്പോൾ തോന്നുന്നില്ല, കാരണം ഈ ഒരു വ്യൂവിൻ്റെ ഫീലുള്ളതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ പോവാണ്. നമ്മൾ വന്ന വഴിയല്ല ഇറങ്ങുന്നത്, വേറെ വഴിയാണ്. കാരണം നമ്മളെ മുന്നേ ആ ഒരു ഗ്രൂപ്പ് കയറി വന്നത് നമ്മൾ വന്ന വഴിയല്ല, വേറൊരു വഴിയിലൂടെയാണ് അവർ കയറി വന്നത്. ആ ഒരു റൂട്ടാണ് നമ്മളിനി ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്. ഈ ഒരു വഴി പിന്നെയും കുറച്ചും കൂടെ ആളുകൾ കയറി വന്ന ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് ശരിക്കും ഇങ്ങോട്ടേക്ക് കയറി വരാനുള്ള ഒരു പ്രോപ്പർ വഴി എന്ന് തോന്നുന്നുണ്ട്. കാരണം പല ഭാഗത്തും ഈ ഒരു കുറ്റിച്ചെടികളും വഴി ബ്ലോക്കാക്കി നിൽക്കുന്ന ചെടികളൊക്കെ വെട്ടിയതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും അത്ര റെഗുലറായിട്ട് നടന്നു പോകുന്ന ഒരു വഴിയായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അധികം ആളുകളൊന്നും ഈ ഒരു ഭാഗത്തേക്ക് വരലില്ല. എന്നാലും കയറുന്ന അത്ര എഫേർട്ട് ഇറങ്ങാനില്ലെങ്കിലും വീഴാതെ നോക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഉണങ്ങിയ ഇലകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്ലിപ്പാകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ ഇറങ്ങി പോകാൻ നല്ല രസമാണ്. ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കോളും. Just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. ഈ ഒരു റൂട്ടിൽ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ചെറിയൊരു കുളമുണ്ട്. ചെറിയൊരു കുളമാണ്, നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇവിടുന്ന് ഞങ്ങളൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും ആർക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നല്ല വെള്ളമാണ്. ഈ ഒരു കുന്ന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ ദാഹിക്കും. അധികം ആളുകളൊന്നും വെള്ളം എടുക്കാത്തതുകൊണ്ടും ഇവിടുന്ന് വെള്ളം കുടിക്കേണ്ടി വന്നു. ട്രക്കിങ് കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഭയങ്കര പോളിംഗ് ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മളിതപ്പോൾ ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു ചെറിയ വ്യൂ പോയിന്റ് തന്നെയാണ്. നമ്മുടെ വിൻമില്ലൊക്കെ ഈ ഒരു അട്ടപ്പാടി ഭാഗത്തൊക്കെ വരുന്നവർ പലപ്പോഴും കുറേ ദൂരമൊക്കെ ആയിട്ട് വിൻമിൽസ് കണ്ടിട്ടുണ്ടാവും. അതുപോലെ വിൻമില്ലൊക്കെ ഉള്ള ഒരു ഏരിയൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മല്ലീശ്വര മൗണ്ടെയിൻ വ്യൂ അങ്ങനെ എന്തോ ആണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര് വന്നിട്ടുള്ളത്.
നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വിൻമിൽസ് ഉണ്ട്, ദൂരമായിട്ടും ഒരുപാട് വിൻമിൽസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ നേരെ മുന്നിലും വിൻമിൽസ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അതാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണ്. അങ്ങനെ സീനുള്ള ഓഫ് റോഡൊന്നുമല്ല, എല്ലാ വണ്ടിയും ഈസി ആയിട്ട് കയറി പോകാമെന്നേ ഉള്ളൂ. നമ്മളെ കൂട്ടത്തിൽ R15 വരെ ഉണ്ട്, അവരെല്ലാം ഈസി ആയിട്ട് ഈ ഒരു ഓഫ് റോഡ് കയറുന്നുണ്ട്. ഈ ഒരു കയറുന്നതിൻ്റെ ഇടയിലും നല്ല നല്ല വ്യൂ ഉള്ള സ്പോട്ടുകളുണ്ട്. നമ്മൾ ഗ്രൂപ്പിലായതുകൊണ്ട് ഇവിടെ ഒന്നും നിർത്താത്തതാണ്. ഈ ഒരു ഏരിയയിലൊക്കെ തന്നെ നല്ല അടിപൊളി വ്യൂ ഉണ്ട്, നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ഏരിയയാണ്. കാരണം വിൻമിൽസ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. എന്തായാലും ഇനി ഒരിക്കൽ ഒറ്റക്കൊക്കെ വരുന്ന ടൈമിൽ ഈ ഒരു ഏരിയയിലൊക്കെ കയറി നോക്കണം.
ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങി പോകാനുണ്ട്. കുറച്ച് നല്ലൊരു ഇറക്കാണ്. എന്തായാലും ഓരോരുത്തർ ഇറക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം കണ്ടീഷൻ എന്താണെന്നൊന്ന് നോക്കാം. എൻ്റെ ടയേഴ്സ് രണ്ടും റൗണ്ട് പ്രൊഫൈൽ ആയതുകൊണ്ട് എനിക്ക് ഇറക്കാനൊരു ചെറിയ മടിയുണ്ട്. എന്തായാലും നോക്കാം. നമുക്ക് എല്ലാവരും ഇറക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാനും ഇറക്കും. ഇവരൊക്കെ ഇറക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് കമ്മിയായി. എന്തായാലും നമ്മളവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ സംഭവങ്ങളും കണ്ടീഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. അതിന് ശേഷം പറ്റുമെങ്കിൽ എന്തായാലും ഇറക്കണം. ഇതിൽ കൂടെ കൊണ്ട് വലിപ്പിച്ച് കൊണ്ടുകൊണ്ടേ വരും. ഇറക്കുമ്പോ ഉണ്ടാവും ആ കുഴപ്പം, കാണുമ്പോ ഉണ്ടാവില്ല. സംഭവം കുറച്ച് കുത്തനുള്ള ഇറക്കമാണെങ്കിലും വലിയ സീനൊന്നുമില്ല. പിന്നെ ഇത്രയും പേരുണ്ട്, അഥവാ നമ്മൾ വീണ് കഴിഞ്ഞാലും ഹെൽപ്പ് ചെയ്യാനും വണ്ടി പൊക്കാനും വണ്ടി എടുത്തു വെക്കാൻ വരെ പറ്റുന്ന രീതിയിൽ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇറക്കി നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഇങ്ങനെ ചില അഡ്വഞ്ചറസ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ട്രിപ്പുകളൊക്കെ ഒന്ന് രസമാവുക. Sometimes I'm selfish, get jealous. I feel a little helpless. My whole world has shifted again. You made a promise, I kept it. Now I'm second guessing. My whole world has shifted again. Now I drive back to empty.
അപ്പോഴേക്ക് പുത്തൻ വരുന്നുണ്ട്. ഫുള്ള് ഇതിൽ കൂടെ പോയാൽ മതി. ഫുള്ള് ഇതിൽ കൂടെ പോയാൽ മതിയോ? ഈ ഒരു ഇറക്കം മാത്രമാണ് കുറച്ച് സീനുള്ളത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വലിയ സീനൊന്നുമില്ല. ഈസിയായിട്ട് നമുക്ക് ഓടിച്ച് കയറ്റാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇറക്കുന്നവരെല്ലാം തന്നെ ഇറക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കുറച്ച് പേര് ഇവിടെ എന്തായാലും വേണം. 1-2 പേരും കൂടെ ഇറക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. മേലക്കേറ്റായില്ലേ? ശരിക്കും ഒരു എക്സ്പൾസ് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. വെയിറ്റ് കുറവായതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് മെനൂവർ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഭയങ്കര അഡ്വഞ്ചറസ് ആയിരിക്കും. സിമ്പിൾ. നമ്മുടെ മച്ചാൻ വന്നു തന്നെ കണ്ടില്ലേ, ആ ഒരു റഷിലൊക്കെ വരണമെങ്കിൽ എക്സ്പൾസ് തന്നെ വേണം. ഈ ഒരു ഏരിയയും ചെറിയൊരു ടാസ്ക് ഉണ്ട്. ചെറിയൊരു കുത്തനാട് ഇറങ്ങിയിട്ട് സൈഡിലോട്ട് കയറാണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതാ നേരെ മുന്നിൽ കാണുന്ന ആ ഒരു മൊട്ടക്കുന്ന്, അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറ്റാൻ പോകുന്നത്. അപ്പോൾ തന്നെ മുന്നിലുള്ളവരൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ഇറക്കി പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇറക്കാം. ഇങ്ങോട്ട് പുറത്ത് മതി, ഇങ്ങോട്ട് മതി. ബാക്കല്ല, ഈ സൈഡിക്ക്, എൻ്റെ ഇപ്പുറത്തെ സൈഡിക്ക്. ഞാൻ ചെരിഞ്ഞിക്കണ ഭാഗത്തേക്ക്. ഇതിപ്പോൾ അപ്പുറത്തേക്ക് പോവും. ഓക്കെ ഓക്കെ. അയ്യോ, എൻ്റെ ഷൂ കൊളുത്തിയടാ നിമേ. എടാ ഒന്ന് സപ്പോർട്ട് ചെയ്താ. മിനിറ്റ് ഷൂ ഷൂ കൊണ്ടിയ വിത്ത്
പില്ലണ് നമ്മൾ ഇറക്കിയോണ്ട് ചെറുതായിട്ടൊന്ന് വണ്ടി കയ്യിൽ നിന്ന് പോയി. എന്തായാലും വീണിട്ടൊന്നുമില്ല, കാരണം ഫ്രണ്ട് മാത്രമാണ് ഒന്ന് സൈഡിലേക്ക് സ്ലിപ്പായി പോയത്. കാരണം ചെറിയൊരു വരമ്പ് പോലത്തെ സ്ഥലമാണ് ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ, അത് ജസ്റ്റ് ഒന്ന് പോയതാണ്. എന്തായാലും ഭാഗ്യത്തിന് നൈസായിട്ട് എങ്ങനെയൊക്കെ ബാലൻസ് ചെയ്ത് കയ്യിൽ നിർത്തി ബാക്കിലുള്ളവർ വന്ന് ആ ഒരു ഫ്രണ്ട് വീല് തിരിച്ചിങ്ങോട്ട് മേലോട്ട് കയറ്റിയിട്ടു. അങ്ങനെ നമ്മൾ ഓടിച്ച് കയറ്റി. വേറെ സീനൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ബാക്കിൽ ആൾക്കാരുള്ളതുകൊണ്ട് വണ്ടി തള്ളിയിടാതെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്തായാലും ഞാൻ വണ്ടി അപ്പുറത്തേക്ക് മറിച്ചിടേണ്ടി വന്നേനെ. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഏറ്റവും ടോപ്പിൽ ഇങ്ങോട്ട് കയറാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് പൊങ്ങിയിരുന്നു, ഭാഗ്യത്തിന് വീടില്ല. പില്ലണി കൊണ്ട് നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ ഫ്രണ്ട് പെട്ടെന്ന് പൊങ്ങാൻ ചാൻസ് ഉണ്ട്, കാരണം ബാക്കിലേക്ക് വെയിറ്റ് കൂടുതൽ വരുമ്പോൾ. പില്ലണി കൊണ്ട് ഓഫ് റോഡ് കയറുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ നല്ല ഒരു അടിപൊളി 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും. ഈ ഒരു ലൊക്കേഷനിലെ വ്യൂവിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് വിൻമിൽസ് നമുക്ക് കാണാൻ പറ്റും. വളരെ ദൂരമായിട്ടും അടുത്തായിട്ടും ഒക്കെ വിൻമിൽസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ അതൊരു പ്രത്യേക രസമാണ്. ഈ ഒരു ഏരിയ ഫുള്ള് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഭയങ്കരമായിട്ട് പറ്റുന്ന ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ഫ്രെയിമൊക്കെ കറക്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെന്തായാലും അധിക നേരമൊന്നും ഇവിടെ നിന്നിട്ടില്ല. ജസ്റ്റ് ഫോട്ടോ എടുത്ത് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. കാരണം നല്ല ചൂട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 12 മണി 12:30 ഒക്കെ ആയിട്ടുണ്ട് സമയം. അതുകൊണ്ട് തന്നെ നല്ല ചൂട് വരുന്നുണ്ട്. അതുകൊണ്ട് അധിക നേരം ഈ ഒരു പാലക്കാട് റീജിയനിലുള്ള ചൂട് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അധിക നേരം ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. ഇങ്ങോട്ടേക്ക് ഇറക്കാനുള്ള ആ ഒരു റിസ്ക് ഇനി തിരിച്ചു പോകാനുണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങനെ സീനുള്ള ഒരു ഓഫ് റോഡൊന്നുമല്ല. കുറച്ച് ഹാർഡായിട്ടുള്ള സർഫസ് ആയതുകൊണ്ട് വലിയ സീനില്ല. നല്ല പൊടിമണ്ണും ഉരുളം കല്ലുകളൊക്കെ ഉള്ളതാണെങ്കിലാണ് ഓഫ് റോഡ് ഭയങ്കര സീനാവുക. കുറച്ച് ഹാർഡ് മണ്ണാണെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ ഈസി ആയിട്ട് ഓടിക്കാവുന്നതാണ്. ഇവിടെ നിന്നാണ് നേരത്തെ നമ്മൾ നൈസായിട്ടൊന്ന് പണി പറ്റിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഇപ്രാവശ്യം പില്ലനോട് ഞാൻ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഒറ്റയ്ക്ക് തന്നെ കയറ്റുന്നതാണ് നമ്മുടെ തടിക്ക് നല്ലത്. എന്തായാലും നമുക്ക് പതുക്കെ ഇറക്കി മുകളിലോട്ട് ഒന്ന് ആക്സിലേഷൻ കൊടുത്തിട്ട് എടുത്തു നോക്കാം. ഓക്കെ, വലിയ സീനില്ലാതെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയുള്ള ആ ഒരു ഫസ്റ്റ് നമ്മൾ ഇറങ്ങിയ ആ ഒരു കയറ്റാണ്. അത് വലിയ സീനൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് കയറ്റാവുന്നതല്ലേ.
grin. What goes up comes back down. What goes out comes around. What goes up comes back down, and your day will come around. Oh no. What goes up comes back down. What goes out comes around. You're so dumb and reckless. You already reckless. What goes up comes back down, and your day will come around. I don't wanna fix this. You already like this. But go. What goes up comes back down. What goes out comes around. You're so dumb and reckless. You already reckless. What goes up comes back down, and your day will come. നല്ലൊരു വ്യൂ പോയിന്റും വിൻമിൽസും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നല്ലൊരു അഡ്വഞ്ചറസ് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി. നമ്മളങ്ങനെ ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തലേ ദിവസം പോയിട്ടുണ്ടായിരുന്ന ആ ഒരു റിവർ വ്യൂ സൈഡിലേക്കാണ്. നല്ല നട്ടുച്ച വെയിൽ വരാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് പിടിച്ച സമയത്ത് നമ്മൾ പുഴയിലെ തണുത്ത വെള്ളത്തിലൊരു കുളി, അതൊരു വേറൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ആ ഒരു ലൊക്കേഷനിലേക്ക് പോയി അവിടെ ഒരു മണിക്കൂറോളം അവിടെ വെള്ളത്തിലൊക്കെ ചാടി സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ സ്റ്റേയിലേക്ക് തന്നെ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഉച്ചയ്ക്ക് നല്ലൊരു ഫുഡൊക്കെ അടിച്ചതിന് ശേഷം നമ്മുടെ ഇവൻറ്റ് അവസാനിപ്പിച്ചതായി ഒഫീഷ്യലി പ്രഖ്യാപിച്ചു. അങ്ങനെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് വരുന്ന 2 ഡേ ഇവൻറ്റ് ഫ്രം ARC. ഒരുപാട് മെമ്മറബിൾ മൊമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലോങ്ങിൽ നിന്ന് വന്ന കുറച്ച് പേര് ആദ്യം തന്നെ പോയി. പിന്നെ അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ഓരോരുത്തരായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അവസാനം ഒരു 3 മണി 3:30 ഒക്കെ ആവാൻ നേരത്ത് നമ്മൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന കുറച്ച് പേരും കൂടെ ഈ ഒരു ക്യാമ്പിങ് ആൻഡ് ഹോം സ്റ്റേന്ന് റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ശരിക്കും ഫസ്റ്റ് ഡേ അത്ര ഒരു എൻഗേജിങ് ആയിരുന്നില്ല. അടുത്തടുത്തുള്ള കുറച്ച് പ്ലേസസിലൊക്കെ പോയി എന്നല്ലാതെ. പക്ഷേ സെക്കൻഡ് ഡേ ആയിരുന്നു ഭയങ്കര അടിപൊളി. കാരണം നമുക്ക് എവിടെയും ഒരു 10 മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അടുത്തടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് ഡേ ശരിക്കും ഒരു വെൽ സ്പെൻഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇവൻറ്റ് വളരെ അടിപൊളിയായിട്ട് തന്നെ അവസാനിപ്പിക്കാൻ ARC കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. Running wild, never sleep, never stop. As we shout from the top, we're gonna be. We're gonna be. 2 hearts running wild. തിരിച്ച് അട്ടപ്പാടി ഈ ഒരു ചുരം ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ മുന്നിൽ പോയിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പിന് ആനനെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു റോഡിൽ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേന് ആനയൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഈ ആളുകളൊക്കെ ഇപ്പോൾ നിൽക്കുന്നത് ആനനെ നോക്കിയിട്ടാണ്. റോഡിൽ ചെടികളെ കൊമ്പും ഇലകളൊക്കെ കാണാൻ പറ്റും. ആന കടന്നു പോയതിൻ്റെ ലക്ഷണങ്ങളാണ് അതെല്ലാം. നമ്മുടെ ഫ്രണ്ടിൽ പോയവർ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. The night's young, it has just begun. As she puts her hand in mine, we wanna chase the night, wanna dance to the light.
നമ്മുടെ ARC ടീമിനോട് വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ. Two hearts running wild.